ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു തേഴ്സ്ഡേ ആയി. ഇപ്പോൾ സമയം 7:17 രാവിലെ. ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നാണ്. സോ നമുക്ക് സ്കൂളിലോട്ട് പോകാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും അറിയണ്ട, രാവിലെ എണ്ണീച്ച് റെഡിയായി പോയാൽ മതി. ഫുഡെല്ലാം അമ്മ ഉണ്ടാക്കി വെക്കും. അത് ബാഗിൽ പോലും ഞാൻ എടുത്ത് വെക്കത്തില്ല, അച്ഛനെടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തരുമായിരുന്നു. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അമ്മ പുറകെ നടക്കും, കഴിക്കുകയെന്ന്. ഇപ്പം അതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നുണ്ട്. ഇന്ന് ട്രെയിൻ ഇല്ല, അതുകൊണ്ട് ട്രാം പിടിക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഉള്ള വേറൊരു സ്റ്റോപ്പിൽ വന്നതാ. ബസ്സില്ലാത്തതുകൊണ്ട് ട്രാമിൽ കയറി. പിന്നെ ഇവിടെ ഷോനവേടെന്ന് പറഞ്ഞിട്ടൊരു പ്ലേസിലിറങ്ങി. അവിടെ നിന്ന് ഒരു ബസ്സും കൂടെ കയറിയിട്ട് വേണം എൻ്റെ സ്കൂളിൻ്റെ അവിടെ എത്താൻ. സ്കൂളിലോട്ട് പോകുന്ന വഴിയെ ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് പോകുന്നത്. 2 റൂട്ടും ട്രെയിനിൽ പോയാലും ഈ ബസ്സിൽ പോയാലും ഒരേ ടൈമിൽ എത്തുന്നത് ഒരു 40-45 മിനിറ്റ്സ് എടുക്കും. ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് ഇറങ്ങി ഒരു 3 മിനിറ്റ് നടക്കുമ്പോൾ നമ്മൾ സ്കൂളെത്തും. നമ്മൾ സ്കൂളെത്തി. എത്ര മണിക്ക്? 8:15 എത്തി. ഇതാ എൻ്റെ സ്കൂള്. എൻ്റെ ക്ലാസ്സിലോട്ട് പോയിട്ട് എൻ്റെ മുകളിലാണ് എൻ്റെ ക്ലാസ് കാണുന്നതാ. എൻ്റെ ക്ലാസ്, ഈ ഫസ്റ്റ് ക്ലാസ്. ഇത് 8:30 ക്ലാസ് തുടങ്ങുന്നത്. ഇതിൻ്റെ ക്ലാസ്സിൽ നിന്നുള്ള വ്യൂ ഇത് ഫുൾ ക്ലാസ് റൂംസ് ആണ്. ആ ഒരു വട്ടവും കാണുന്നത് മൊത്തവും. ആരും വന്നിട്ടില്ല. എന്താ പഠിക്കാൻ ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചത് കുറച്ച് ഗ്രാമറായിരുന്നു. ഞങ്ങൾക്ക് 3 ദിവസം ഒരു ടീച്ചറും പിന്നെ 2 ദിവസം വേറെ ടീച്ചറും, അങ്ങനെ 2 ടീച്ചേഴ്സാണ് ഞങ്ങളെ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു പാർട്ട്ണറിനെ തരും. അപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഒരവസരം തരും. അപ്പം നിങ്ങളും കൂടെ കുറച്ച് കേട്ടിട്ട് വാ ജർമ്മനൊക്കെ. എൻ്റെ Ich möchte gerne mal sich sonnen. Sich sonnen? Ja. Nein, sonnen sich. Sonnen sich? Ja. Okay. Nein, er sagt das. Das ist seine Antwort. Du könntest? Du konntest? Ja. Oder mehr? Ja. Frage. Ich möchte. Aha. Ich möchte gern Boot fahren. Was? Boot fahren. Boot fahren. Was? Du konntest ans Meer fahren? ഇതാ എൻ്റെ ലെഹറിൻ എന്നാണ് ഫീമെയിൽ ടീച്ചറിനെ ഇവിടെ പറയുന്നത്. അങ്ങനെ എൻ്റെ ക്ലാസ് കഴിഞ്ഞിറങ്ങി. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അല്ലേ? Ja? Wie fährt? Nach S-Bahn. ഇത് നല്ല സ്റ്റൈലി ആയിട്ടുള്ളൊരു ബന്ധത. അതല്ല ഹൗസ്. ഒരു മണിക്ക് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ എനിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ പിടിച്ച് ഞാൻ വീട്ടിലോട്ട് പോവുക. ഈ കാണുന്നത് ഇവിടെ നമുക്ക് ലെറ്ററൊക്കെ ഇടുന്നവരാ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ എത്തി. വീട്ടിലോട്ട് പോകട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വീടെത്തി. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇനി പോയി തുറക്കട്ടെ. ഫൈനലി നമ്മളിതാ വീടെത്താറായി. ഇന്നത്തെ വെതർ നല്ല വെതറാണ്, കണ്ടോ? ഇന്നൊരു 20 ഡിഗ്രി ഒക്കെ കാണിക്കുന്നത്. നമ്മൾ ടാഷസ് വൈ 2nd ഫ്ലോറിലാണ്. ഇവിടെയാണ് നമ്മുടെ റൂം. ലഞ്ചിന് വേണ്ടി തലേന്ന് ഉണ്ടാക്കുന്നതാ. നമ്മൾ തലേന്ന് വൈകിട്ട് ഉണ്ടാക്കാം. അപ്പം അത് തന്നെ ആയിരിക്കും പിറ്റേന്ന് ലഞ്ചിന്. ഇന്ന് ചോറും മീൻകറി എന്തോ ആയിരുന്നു. അത് ഞാൻ TV കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുക. ഞാൻ ഡ്രസ്സ് മാറിയില്ല, കാരണം ഇന്ന് നല്ല വെതറായതുകൊണ്ട്. കഴിച്ചിട്ട് താഴത്തെ പാർക്കിലോട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ നല്ല സ്പ്രിങ് ആണല്ലോ, അപ്പം നമ്മുടെ പാർക്കിൽ ഫുൾ പൂവൊക്കെ പൂത്ത് നല്ല വെയിലും ഉണ്ട്. അപ്പം താഴോട്ട് പോകാമെന്ന് കരുതി.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് അങ്ങനെ കുറേ നേരം വീട്ടിൽ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെയൊക്കെ ചെറി ബ്ലോസം ഒക്കെ നല്ല പൂത്ത് നിൽക്കുക. അതിൻ്റെ സീസണാണ്, ഫുൾ പൂത്ത് നിൽക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. കൂടുതലും ജപ്പാനിലൊക്കെ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ചെറിയ ചെറിയ പൂക്കളാ ഇവിടെ നിൽക്കുന്ന പിങ്ക്. ഈ കാണുന്ന ഇതിനകത്ത് ഈ ഒരു ഒറ്റ മരത്തിൽ വലിയ പൂവാ. ഈ ഒരെണ്ണേ ഉള്ളൂ വലിയ പൂവുള്ളത്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തൊട്ടവിടെ ലേക്കാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പാർക്കിലാണ് ഇത്രയും ചെറി ബ്ലോസം പൂത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്ഥലം മൊത്തം ചെറി ബ്ലോസം ഇങ്ങനെ ഒരു വാതൊക്കെ കൂടെ. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ലേക്കും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത്. എല്ലാവരും ഈ മരത്തിൽ വന്നിന്ന് ഫോട്ടോ എടുക്കും. കാരണം ഈ ഒരു മരമേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. ചെറിയതിൻ്റെ ഒരുപാടുണ്ട്, പക്ഷേ വലിയ പൂ വരുന്നതിൻ്റെ ഒരൊറ്റ എണ്ണേ ഉള്ളൂ. പിള്ളേരും എല്ലാം വന്ന് ഭയങ്കര ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് സൈക്കിളൊക്കെ കളഞ്ഞ് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. ഈ ഒരു ഏരിയ നല്ലൊരു പാർക്കാണ്. എല്ലാവരും വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യുക. നല്ല വെയിലും ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും നടക്കാനും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. വീട്ടിലോട്ട് പോവുക. ഇനി വീട്ടിൽ ചെന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. അതിൽ ദാലുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ സമയമുണ്ടെങ്കിൽ പപ്സും കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, ഇപ്പം തന്നെ 4 മണിയായി. സമയം നല്ല മൂടുണ്ടെങ്കിൽ പപ്സും കൂടെ ഉണ്ടാക്കണം. സോ നമുക്ക് പോയി ഉണ്ടാക്കണം. പാർക്കിൽ നിന്ന് വന്ന് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാറുണ്ടായിരുന്നു, അലക്കിയിട്ടത്. അപ്പം ഞാൻ വന്ന് അതൊക്കെ അടുക്കി പിറക്കി. ഇന്ന് വൈകിട്ടത്തേക്ക് ചപ്പാത്തി അതുണ്ടാക്കണം. അഖില് ജോലിക്ക് പോയേക്കുക. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അഖില് രാത്രി എത്തത്തുള്ളൂ. അഖിലിന് ഉച്ചയ്ക്കായിരുന്നു ഇന്ന് ജോലിക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. വൈകിട്ട് ചപ്പാത്തിയാണ്. കറി ഇന്നലത്തെ ഡാല് കറി ഇരിപ്പുണ്ട്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കണം. രാത്രിയിലത്തേക്ക് വേണ്ടി ഉണ്ടാക്കുക. നാട്ടിലാണെങ്കിൽ ഒന്നും അറിയണ്ട, ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇരുന്ന് തിന്ന് പിന്നെയും പോയി കിടന്ന് ഇങ്ങനെയായിരുന്നു ഞാൻ നാട്ടിൽ വെച്ച്. ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ കിച്ചണിൽ കയറി തുടങ്ങിയതും എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതും നാട്ടിൽ വെച്ച് ഒരു കാര്യവും ചെയ്യത്തില്ലായിരുന്നു. അമ്മ കിടന്ന് വിളിക്കുക, വാടി വന്ന് അത് ചെയ്യുക ഇത് ചെയ്യും. ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു, ഒരു കാര്യത്തിൽ സഹായിക്കത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് എല്ലാം ചെയ്ത് തുടങ്ങിയത്. കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഉണ്ടാക്കണം. കുറച്ച് നേരം കുഴച്ചിങ്ങനെ വെച്ചേക്കാന്ന് വിചാരിച്ച്. ഇപ്പം സമയം 5 മണി ആയതേ ഉള്ളൂ. ഞാനൊരു 6:30 ആകുമ്പോഴേ കഴിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് നടക്കാനൊക്കെ പോയിട്ട് വന്ന്. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു, വെയിലുണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വീടിനകത്തിരിക്കുമ്പം തന്നെ നല്ല വെയിൽ വരുന്നുണ്ട്. സോ നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാം. ഞാൻ സിനിമയും കണ്ടിരിക്കുമായിരുന്നു, ഇനി ചപ്പാത്തി ഉണ്ടാക്കാം. നാട്ടിലാണെങ്കിൽ എൻ്റെ കസിൻസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഒരു ജോയിൻറ്റ് ഫാമിലി പോലെ. അപ്പം ഞാൻ നക്ഷത്ര അമ്പാടി എന്നാണ് പേര്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് സഹായിക്കാൻ ഞാൻ അവരെ വിളിക്കും, വാ നക്ഷത്ര അല്ലെങ്കിൽ അമ്പാടി. അപ്പോൾ അവരാണ് കൂടുതലും ചെയ്യുന്നത്, ഞാൻ സൈഡിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് എല്ലാം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. എനിക്ക് തന്നെ അതിശയവും ഞാനിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്ന്. പിന്നെ ഞങ്ങളിവിടെ വെള്ളം ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എല്ലാവരും ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് നമ്മളും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചായ എന്തെങ്കിലും ഇടുവാണെങ്കിലും മുകളിൽ ഒരു പാട വരും. അതുകൊണ്ട് ഈ കാണുന്നത് ഫിൽറ്ററാണ്. നമ്മൾ ഫിൽറ്റർ മേടിച്ചിട്ട് അതിനകത്ത് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചൂടുവെള്ളം മീൻസ് തിളപ്പിക്കാൻ വെക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് എത്ര ഇതാവുമെന്ന്. ആ ഒരു 50% അല്ലെങ്കിൽ 20% ആകുമ്പോൾ നമ്മൾ ആ ഫിൽറ്റർ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. ഫിൽറ്റർ ജഗ്ഗാണിത്. ഫിൽറ്റർ നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇവിടെ സമയം 6:30 കണ്ടോ. സൂര്യൻ ഇപ്പോഴും ഉണ്ട്, നല്ല വെട്ടമുണ്ട്. ഇങ്ങനെ മാസങ്ങൾ കൂടുന്തോറും 10 മണി 11 മണിക്കൊക്കെ സൺസെറ്റ് ഉണ്ടാവത്തുള്ളൂ. ഈ നിൽക്കുന്ന മരം പൂക്കാൻ വേണ്ടി നിൽക്കുവാന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിരിക്കും പൂക്കാൻ നിൽക്കുവാണോ അതോ തളർത്ത് വരുവാണോ, ഇല വരുവാണോ അറിയത്തില്ല.
നല്ല വെട്ടം. എന്നിട്ട് ഞാൻ നട്ട പച്ചടി, നല്ല കാറ്റും ഉണ്ടല്ലോ. സൺസെറ്റ് 7:30 ഇപ്പോൾ. നല്ല കാറ്റുണ്ട്. അഖിലിപ്പോഴൊന്നും വരത്തില്ല, രാത്രി 10 മണിയൊക്കെ ആയിട്ടേ വരത്തുള്ളൂ. അപ്പം ഞാൻ ഇനി കിടക്കാൻ പോവാം. പിന്നെ ഇനി ഹോംവർക്കും കൂടെ ചെയ്യണം. നമുക്ക് സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഹോംവർക്ക് തന്നു വിടും, പിറ്റേന്ന് ചെയ്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം മുഖമൊക്കെ കഴുകിയിട്ട് ഇനി ഞാൻ നെക്സ്റ്റ് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പോവുക. എല്ലാ ദിവസവും കാണും ഹോംവർക്ക് ചെയ്യാൻ, എന്നാലേ നമ്മൾ വീട്ടിൽ വന്നിരുന്ന് പഠിക്കത്തുള്ളൂ. പണ്ട് സ്കൂളിൽ എങ്ങനെയാണോ അതേമാതിരി തന്നെ ഇവിടെയും ഒരു വ്യത്യാസവും ഇല്ല. രാവിലെ സ്കൂളിൽ പോകുന്നു, അവർ കുറേ ഹോംവർക്ക് തരുന്നു, പിന്നെ ടെസ്റ്റ് പേപ്പർ ഇടുന്നു, അതെല്ലാം ഇവിടെ ഉണ്ട്. കൊച്ചു പിള്ളേരെ പോലെ തന്നെ നമ്മൾ ABCD ഇത് പഠിക്കുന്നിടക്ക് തന്നെ വേറൊരു ലാംഗ്വേജ് പഠിക്കുന്നു. നല്ല പാടുമാണ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ വരെ ബൈ ബൈ, സീ യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.